നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റും സർവീസും ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും സെയിം റേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ബിസിനസ് ലാഭകരമാകില്ല എന്നുള്ളതാണ് സത്യം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബേസിക് നൈറ്റ്. മൈസെൽഫ് C.A. ജോസ്റ്റൻ ടോണി, എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. മാർക്കറ്റിൽ നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ പ്രൈസ് എത്രയാണെന്ന് നോക്കി അതേ പ്രൈസ് ചാർജ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും കാണുക. ബിസിനസ്സിൽ നിങ്ങളുടെ ലാഭം ഇല്ലാതാക്കുന്ന കോസ്റ്റ്ലി ആയ ചില മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ബേസിക് നൈറ്റിനെ കുറിച്ച് ഒരു വാക്ക്. സാധാരണക്കാരായ ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. ഈ ഒരു അറ്റംപ്റ്റിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും മറ്റൊരാൾക്ക് ഷെയർ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഞങ്ങളെ ഈ ഒരു ഉദ്യമത്തിൽ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിസിനസ്സുകാരുടെ ലാഭം ഇല്ലാതാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് തെറ്റായ പ്രൈസിങ് എന്ന് പറയുന്നത്. മിക്കപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സർവീസ് നിലവിൽ മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണ് വിൽക്കപ്പെടുന്നതെന്ന് നോക്കി അതേ പ്രൈസിന് വിറ്റ് പരമാവധി ചിലവ് കുറച്ച് എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കുക നോക്കുക എന്നുള്ളതാണ്. പ്രൈസിങ് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് കോമ്പറ്റീറ്ററുടെ പ്രൈസ് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണെങ്കിലും അത് മാത്രമായിരിക്കരുത് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനകത്ത് ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും അതിൻ്റെ കോസ്റ്റിംഗ് കൂടെ കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് വേണം നമ്മുടെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യാൻ. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിനെക്കുറിച്ച് നമുക്ക് സ്വാഭാവികമായിട്ടും വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനാണ് നമ്മളിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്ര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമുക്ക് നമ്മുടേതായ കുറച്ച് വ്യക്തമായ ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അന്നേരം ആ ഒരു പ്ലാൻ പ്രകാരം നമ്മുടെ ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചിലവുണ്ടാകും, ആ ഒരു ചിലവിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടും ഒരു കണക്ക് വരുത്തിയതിന് ശേഷം അതിൻ്റെ ബേസിൽ ഒരു മാർജിൻ ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മളൊരു പ്രൈസ് തീരുമാനിക്കേണ്ടത്. ഇങ്ങനെ കോസ്റ്റ് നമ്മൾ കണക്കാക്കുമ്പം നമുക്ക് വേണ്ടി വരുന്ന മെറ്റീരിയൽ കോസ്റ്റ് മാത്രമല്ല, ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന മറ്റ് ചിലവുകൾ കൂടി, ഉദാഹരണത്തിന് വാടക, നമ്മുടെ ജീവനക്കാരുടെ ശമ്പളം, നമ്മുടെ ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മറ്റ് ചിലവുകൾ കൂടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കണക്കാക്കണം. പലപ്പോഴും മാർക്കറ്റിലെ പ്രൈസ് കമ്പയർ ചെയ്യാൻ നിൽക്കുമ്പം നമ്മൾ വരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോഴെങ്കിലും നമ്മളെക്കാട്ടിലും ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റും സർവീസും കൊടുക്കുന്ന കമ്പനികളുമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡക്റ്റും സർവീസുകളുമായിട്ടായിരിക്കാം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യുക. നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റും സർവീസും ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും സെയിം റേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ബിസിനസ് ലാഭകരമാകില്ല എന്നുള്ളതാണ് സത്യം. അൺഫോർച്ചുനേറ്റ്ലി നമ്മളിതിന് പലപ്പോഴും നിർബന്ധിതരാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സും ഇതിനെക്കുറിച്ച് വേണ്ടത്ര അവയർനെസ് ഇല്ലാതെ ഇത്തരത്തിലൊരു തെറ്റായ കമ്പാരിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും ക്വാളിറ്റിയെക്കുറിച്ച് കസ്റ്റമേഴ്സിനെ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. മിക്കപ്പോഴും ഇതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളായിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് തുടങ്ങുമ്പോൾ ആ ഒരു സ്റ്റേജ് തൊട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു തുകയെങ്കിലും നമ്മൾ ബഡ്ജറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ തയ്യാറെടുക്കേണ്ടത്. ആ ഒരു ബഡ്ജറ്റ് നമുക്ക് അഫോർഡബിൾ ആകാൻ വേണ്ട സെയിൽസ് വോള്യൂം തീർച്ചയായിട്ടും നമ്മുടെ ടാർഗറ്റ് ആയിരിക്കുകയും ചെയ്യണം. ഇനി ഈ കുറച്ച് നാളായിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും കണ്ടുവരുന്ന മറ്റൊരു ട്രെൻഡാണ്, അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റ് സപ്പോർട്ടൊക്കെയുള്ള നല്ല രീതിയിൽ ഫണ്ടഡായ ബിസിനസ് സ്ഥാപനങ്ങൾ വളരെ ചെറിയ പ്രൈസ് ചാർജ് ചെയ്ത് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ നോക്കുന്ന ഒരു രീതി. ഇവർക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം. ഒരു പോസിബിലിറ്റി എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ ലാർജ് സ്കെയിലിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പം നമ്മുടെ പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പം ജിയോ ഒക്കെ ചെയ്തതുപോലെ പൈസ തീരെ കുറച്ച് കൊടുത്ത് മാർക്കറ്റ് മുഴുവൻ പിടിച്ച് കോമ്പറ്റീഷൻ ഇറലവൻ്റ് ആക്കുക എന്ന സ്ട്രാറ്റജി ചിലരെങ്കിലും അഡോപ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യാൻ ധാരാളം ഫണ്ട് ആവശ്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ഇത്തരത്തിലൊരു ട്രെൻഡ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ അതേ നാണയത്തിൽ പ്രൈസ് കുറച്ച് മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് സാധ്യമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.
ഇങ്ങനെ ഒരു ട്രെൻഡ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരാനും അതുവഴി നമ്മുടെ പ്രൈസ് തരാൻ തയ്യാറാകുന്ന ഒരു ലോയൽ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇനി എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്തു കൊടുക്കുന്ന ബിസിനസ്സുകാരുടെ ഇടയിൽ തെറ്റായ മറ്റൊരു പ്രൈസിങ് രീതി എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ ഈ ഒരു മിസ്റ്റേക്ക് കുറച്ച് കൂടുതലാണ്. തങ്ങൾ ചെയ്യുന്ന സർവീസിൻ്റെ കോസ്റ്റിനെ കുറിച്ച് പലർക്കും കൃത്യമായ ഒരു ധാരണയില്ല എന്നുള്ളതാണ് സങ്കടമായ ഒരു വസ്തുത. ഒരു ഊഹക്കണക്കിലൊക്കെയാണ് പലപ്പോഴും നമ്മുടെ പ്രൈസിങ് പോകാറ്. അന്നേരം ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ കോസ്റ്റ് കൃത്യമായിട്ടും ട്രാക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് മറിച്ച് വെക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റാണ് പ്രധാനമായിട്ടും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. എന്നാൽ സർവീസിൻ്റെ കേസിൽ നമ്മുടെ പ്രധാനപ്പെട്ട കോസ്റ്റ് എന്ന് പറയുന്നത് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് വേണ്ടി വന്ന നമ്മുടെ സ്റ്റാഫിൻ്റെ കോസ്റ്റാണ്. എന്നാൽ നമ്മുടെ ഒരു സ്റ്റാഫിനെ ഒരു സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, പല സർവീസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ടീം മെമ്പർ ഒരു സർവീസ് കൊടുക്കാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നുണ്ട്, എത്ര സമയം ചിലവാകുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടും ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് മാസം 20,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരു സ്റ്റാഫാണെങ്കിൽ മാസം 25 വർക്കിംഗ് ഡേയ്സ് ആണ് ഉള്ളതെങ്കിൽ ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 25,000-ന് 25 കൊണ്ട് ഹരിച്ച് വീണ്ടും 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു മണിക്കൂറിന് നമുക്ക് 100 രൂപ ചിലവ് വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ പ്രൈസ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ സർവീസിന് നമ്മൾ പ്രൈസ് നിശ്ചയിക്കുമ്പോൾ ഓരോ സർവീസിനും സാധാരണ രീതിയിൽ ആ ഒരു സർവീസ് ചെയ്തു കൊടുക്കാൻ എത്ര മണിക്കൂർ നമുക്ക് ചിലവാക്കേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. പല കേസുകളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഊഹക്കണക്ക് മാത്രമാണ്. അതുകൊണ്ട് ചില സർവീസുകളെങ്കിലും നഷ്ടത്തിൽ ആക്ച്വലി നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ശരിക്കുമുള്ള യാഥാർത്ഥ്യം. നമ്മുടെ സ്റ്റാഫ് ചിലവാക്കുന്ന സമയമൊക്കെ കൃത്യമായിട്ടും ട്രാക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകളും മറ്റ് ടെക്നോളജിക്കൽ ടൂൾസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അവയുടെ സഹായത്തോടെയൊക്കെ നമുക്ക് നമ്മുടെ കോസ്റ്റിനെ കുറിച്ച് കുറച്ചും കൂടെ വ്യക്തമായ ഒരു ധാരണ വരുത്തുകയും അതുവഴി കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് നമ്മുടെ പ്രൈസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ നമുക്ക് ഒരുപാട് മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് കൺക്ലൂഷൻ ഇതാണ്: ഒരിക്കലും മാർക്കറ്റ് പ്രൈസ് മാത്രമായിരിക്കരുത് പ്രൈസ് നിശ്ചയിക്കുന്നതിനകത്തെ ഏക മാനദണ്ഡം. നമ്മുടെ ചിലവുകളെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ രൂപരേഖ തയ്യാറാക്കിയതിന് ശേഷമായിരിക്കണം നമ്മുടെ പ്രൈസ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. ആൻഡ് ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.